നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സെമി കണ്ടക്ടർ ഫിസിക്സ്. സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ സെമി കണ്ടക്ടേഴ്സ് ആണല്ലോ ഓർമ്മ വരുന്നത്, മെറ്റീരിയൽസ് ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബാൻഡ് തിയറിയെ കുറിച്ചാണ്. ഓക്കെ, ബാൻഡ് തിയറി എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ബാൻഡ് തിയറി എന്ന് പറയുന്നത്. എന്താണ് ഈ ബാൻഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇൻഡിവിജ്വൽ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ബേസിക് എലമെന്റ് ആണ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ് ഈ ആറ്റം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആറ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിന് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലില് അതിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആറ്റം അല്ല വരുന്നത്, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ ആ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴേക്കും ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് റീഓർഗനൈസ് ചെയ്യാണ്. അതായത് ഒരു ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽസിനെ നമ്മൾ ബാൻഡ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതായത് കുറച്ച് എനർജി ലെവൽസ്, അടുത്തടുത്ത് വരുന്ന കുറച്ച് എനർജി ലെവൽസ് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ബാൻഡ്. അങ്ങനെ അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാൻഡ്സ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ആണ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് എ ബാൻഡ് വിച്ച് ഈസ് ഓക്യുപ്പൈഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ വാലൻസ് ബാൻഡിലുള്ളത് വാലൻസ് ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസ് ആണ് ഈ വാലൻസ് ബാൻഡിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന് മുകളിലോട്ടുള്ള എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ലോവസ്റ്റ് എനർജി ബാൻഡ് ഏതാണോ അതാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ബാൻഡിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് മേ ബി ഇത് എം ടി ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എം ടി ആവാം, പാർഷ്യലി ഫിൽഡ് ആവാം, കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെ വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ബാൻഡുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പിനെയാണ്, കുറച്ച് എനർജി ലെവലിന്റെ ഒരു ഗ്യാപ്പ് കാണും, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫോർബിഡൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ്, അതും അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഈ രണ്ട് ബാൻഡ്സിനിടയിലുള്ള ഗ്യാപ്പിനെയാണ്. ഈ ഫിഗർ കാണാം, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് വൈ ആക്സിസിലെ എനർജി ലെവലിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിനെ ഓരോ ബാൻഡ് ആയിട്ട്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഇൻ ബിറ്റ്വീൻ എനർജി ബാൻഡ് ഗ്യാപ്പും ഉണ്ട്. അപ്പൊ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തേക്കണ കാണാം, വാലൻസ് ബാൻഡ് എടുക്കുമ്പോൾ ഒരു ലോവസ്റ്റ് എനർജി ലെവൽ ഉണ്ടാവും, ഒരു ഹയസ്റ്റ് എനർജി ലെവൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെമി കണ്ടക്ടർ ഫിസിക്സ് മൊത്തം പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇലക്ട്രിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽസ് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് കണ്ടക്ടിവിറ്റിനെയാണ്, അതായത് കറണ്ട് എത്രത്തോളം കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ് എന്ന മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യം കണ്ടക്ടേഴ്സ്.
കണ്ടക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് അല്ലെ. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് കറണ്ട് അല്ലെ. അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ മെറ്റൽസുകളെല്ലാം കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. മെറ്റൽസിൽ എന്താണ് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ, സിൽവർ, അയൺ ഇതെല്ലാം കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോ ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻⁷ മോ പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ ആണ്. ഇറ്റ് ഹാസ് ലോ റെസിസ്റ്റിവിറ്റി in the order of 10⁸ ohm meter. ഓക്കെ, ഈ കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റൽ ആറ്റത്തിന് വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ട് ആണ്. ഓക്കെ, മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു ഇലക്ട്രോൺസ് എല്ലാം ഡീലോക്കലൈസ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഇതിന്റെ ന്യൂക്ലിയ ഒരു എന്താ പറയാ, ഒരു സ്പിയർ വിത്ത് എ പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ ന്യൂക്ലിയ നിൽക്കുകയും ഇലക്ട്രോൺസിനെല്ലാം ഒരു ക്ലൗഡായിട്ട് നിൽക്കുകയും ചെയ്യും. അതായത് ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും അതിന്റെ ഇടയിൽ വാലൻസ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലൗഡ് ഫോമിലായിരിക്കും നിൽക്കുന്നത്. അതാണ് ഈ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗർ ഇത് രണ്ടും അതിനെ ബേസ് ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം കണ്ടക്ടേഴ്സിന്റെ ബോണ്ടിങ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെറ്റാലിക് ബോണ്ടാണ്. ഓക്കെ, ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്താണ് നമ്മൾ മെറ്റീരിയൽസിനെയൊക്കെ പറയുന്നത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സിംഗിൾ ഇലക്ട്രോൺ ആണുള്ളെങ്കിൽ അത് ബെസ്റ്റ് കണ്ടക്ടർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പറിന് 29 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 29 എന്നുള്ളത് നമ്മൾ കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ബെസ്റ്റ് കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഓർക്കുക, ഒരു ഗുഡ് കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ. ഇനി ഇതിന്റെ ബാൻഡ് ഡയഗ്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് എനർജി ബാൻഡ് ഡയഗ്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഗ്യാപ്പ് ഇല്ല. ഓക്കെ, അതായത് ബാലൻസ് ബാൻഡ് എനർജി എന്ന് പറയുന്നതും കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗ്യാപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല, ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മൾ EG എന്നാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പിനെ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് 0 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മൾ എനർജി ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാലൻസ് ബാൻഡ് എനർജിയും കണ്ടക്ഷൻ ബാൻഡ് എനർജിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. EV is equal to EC. ഓക്കെ, അപ്പം ഗ്യാപ്പ് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് വാലൻസ്, അതായത് ഹൈയസ്റ്റ് എനർജി ലെവൽ ഓഫ് ദി വാലൻസ് ബാൻഡും ലോവസ്റ്റ് എനർജി ലെവൽ ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡും ഈക്വൽ ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, നമ്മൾ PTC നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് പഠിച്ച ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിരുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ഓക്കെ, നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സും ഇടയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതായത് അതൊരു കണ്ടക്ടറും അല്ല, അതൊരു ഇൻസുലേറ്ററും അല്ല, അല്ലെ. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് ഒക്കെ. അപ്പോൾ ഇതിന്റെ ബോണ്ടിങ് വരുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്. അതായത് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഒരു നമ്മള് +2
ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ സ്ട്രക്ചർ, കോവാലന്റ് ബോണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്, ലാറ്റിസ് സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു ക്യൂബിക് ഫോമിലാണ് ഇരിക്കുന്നത്. ക്യൂബിക്കിന്റെ ഓരോ എഡ്ജിലും ഇലക്ട്രോൺസ് ഉണ്ടാവും, ആറ്റംസ് ഉണ്ടാവും എന്നുള്ള ഒരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കോവാലന്റ് ബോണ്ടിങ് ആണ്, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 mho per meter. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻⁻⁴ ohm meter to 10⁻⁴ ohm meter. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് അറ്റ് 0 കെൽവിൻ, അതായത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഇറ്റ് ആക്ട് ആസ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ ഇത് ടൈറ്റ്ലി ബോണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ എനർജി ഗ്യാപ്പ് പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് ഓർക്കുക, ഈ എങ്ങനെയാണ് എം ടി ആണോ ഫുള്ളാണോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഈ സെമി കണ്ടക്ടേഴ്സില് വാലൻസ് ബാൻഡ് ഇസ് ഓൾമോസ്റ്റ് ഫുൾ ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇസ് ഓൾമോസ്റ്റ് എം ടി. ഓക്കെ, അപ്പം അതായത് ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും പാർഷ്യലി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് നമുക്ക് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ച് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുപോകണം. ഹയർ എനർജി ലെവൽസിലോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് കണ്ടക്ഷൻ നടക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഒരു പാർഷ്യലി ഫീൽഡ് ആയിട്ടുള്ള ബാൻഡുകളാണ്. അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അതിന് അങ്ങനെ കണ്ടക്ട് ചെയ്യിച്ചെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ടെമ്പറേച്ചറിനെ വേരിയേഷൻ കൊടുത്തിട്ടാണ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു 0 കെൽവിന്റെ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഇത് ഒരു ഇൻസുലേറ്റർ ആണ്. അതുപോലെ തന്നെ പ്യുവർ സെമികണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഞാൻ എന്താ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇതും ഞാൻ റെസിസ്റ്റൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു അല്ലെ. റെസിസ്റ്റൻസ് കുറയുക എന്ന് പറയുമ്പോൾ എന്താ, കണ്ടക്ടിവിറ്റി കൂടുന്നു. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, സെമി കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ക്യാരിങ് ഇലക്ട്രിക് കറന്റ്. കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പം ഇതിന് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫോർബിഡൻ ഗ്യാപ്പ് ആണുള്ളത്. ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പം കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഇറ്റ് ഇസ് ഓഫ് ദ ഓർഡർ 10⁻12 ohm meter. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു അയണിക് ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് ഇതിങ്ങനെ ബോണ്ട് ചെയ്തിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, അതായത് ഇത് ടൈറ്റ്ലി ബോണ്ടഡ് ആണ്. ഇതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടക്ട് ചെയ്യാൻ ഒരു ആക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പൊ എങ്ങനെയുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, ക്വാർട്സ്, ഡയമണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം ഇതില് നമുക്ക് 3 ടൈപ്പായിട്ട് അല്ലെങ്കിൽ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനെ കാണാം. ഒന്ന് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ. കോമ്പോസിഷനെ ബേസ് ചെയ്ത് 2 ടൈപ്പാണ്, എലമെന്റൽ സെമി കണ്ടക്ടേഴ്സും കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സും. സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ ബാൻഡ് ഗ്യാപ്പ്, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്, ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. ദെൻ ബേസ്ഡ് ഓൺ പ്യൂരിറ്റി, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എലമെന്റൽ സെമി കണ്ടക്ടർ. എന്താ നേരത്തെ പറഞ്ഞ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ കോമ്പൗണ്ട്സ്, എലമെന്റ് കോമ്പൗണ്ട്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സിംഗിൾ എലമെന്റിന്റെ ആറ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ എലമെന്റൽ സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് 4th ഗ്രൂപ്പ് എലമെന്റ്സ്, സിലിക്കൺ, ജെർമേനിയം. ഓക്കെ,
അപ്പം ഈ ഇതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സിലിക്കൺ ജെർമേനിയം 4th ഗ്രൂപ്പാണ്. സിലിക്കണിന് 14 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 284 ആണ്. അതുപോലെ തന്നെ ജെർമേനിയം 32 ആണ്. 28184 ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പം ഇതില് സിലിക്കൺ എന്ന് പറയുന്നത് നമുക്ക് നേച്ചറിൽ അബൻഡന്റ് ആയിട്ട് കിട്ടുന്ന ഒരു എലമെന്റ് ആണ്. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് ഡിവൈസസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സിലിക്കൺ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റെബിലിറ്റി കൂടുതലുമാണ് ഇതിന്, തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിലിക്കൺ ആണ് നമ്മൾ എപ്പോഴും സെമി കണ്ടക്ടർ ഡിവൈസസ് ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്നത്. കൂടുതൽ ജെർമേനിയത്തിനേക്കാളും സിലിക്കൺ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ദെൻ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 or more than ഡിഫറെന്റ് സ്പീഷീസ്. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പം കൂടുതലും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 5 എലമെന്റ്സിനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ നോക്കിയാൽ കാണാം. 4th ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം. ദെൻ 3rd എന്ന് പറയുമ്പോൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. 5th വൺ ഫോസ്ഫറസ്, ആന്റിമണി, ആഴ്സനിക്. അപ്പം നമുക്ക് ഈ എലമെന്റ്സിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് 3 തരത്തിൽ, അതായത് ബൈനറി എന്ന് പറയുമ്പോൾ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതും, ടെറിനറി എന്ന് പറയുന്നത് 3 എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്നതും, ക്വാട്ടർണറി എന്ന് പറയുന്നത് 4 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വന്നിരിക്കുന്നത്. ബൈനറിക്ക് എക്സാമ്പിൾ ആണ് ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ആഴ്സനൈഡ്. അതുപോലെ തന്നെ ടെർണറി എന്ന് പറയുന്നത് ഗാലിയം ആഴ്സനൈഡ്, ഫോസ്ഫറസ്, ഇങ്ങനെ ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെയാണ് നമുക്കിതിന് എക്സാമ്പിൾസ് പറയാനുള്ളത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ LED ഒക്കെ വരുമ്പം, LED ക്ലാസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ബൈനറി കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡിവൈസസ് ഉണ്ടാക്കാൻ നമ്മൾ സിലിക്കൺ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓരോ ടൈപ്പ് സെമി കണ്ടക്ടർ ഡിവൈസസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡയോഡ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ സിലിക്കൺ, ജെർമേനിയം. FET മോണോലിത്തിക് ഐസിസ്, സിലിക്കൺ. LED ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്. സോളാർ സെൽ, സിലിക്കൺ, ഗാലിയം ആഴ്സനൈഡ്. അതേപോലെ ഫോട്ടോ ഡിറ്റക്ടർ, ഫ്ലൂറസെന്റ് സ്ക്രീൻ, ഗൺ ഡയോഡ്, സെമി കണ്ടക്ടർ ലേസർ, SCR, ട്രയാക്ക്. ഇതെല്ലാം നമ്മൾ പല കോമ്പോസിഷൻസിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒന്നെങ്കിൽ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് മെറ്റീരിയൽസ് ആയിരിക്കാം. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ സെമി കണ്ടക്ടർ ഡിവൈസസ് എല്ലാം നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. അത് ജസ്റ്റ് സിലിക്കൺ ജെർമേനിയത്തിന്റെ കമ്പാരിസൺ. നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഞാൻ കൊടുത്തിരിക്കുന്നത്. PSC ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അറ്റോമിക് നമ്പർ സിലിക്കൺ 14 ആണ്. അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 284. എനർജി ഗ്യാപ്പ് അറ്റ് 0 കെൽവിൻ എന്ന് പറയുന്നത് 1.21 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എനർജി ഗ്യാപ്പ് അറ്റ് 300 കെൽവിൻ, 300 കെൽവിൻ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ ആണ്, അത് 1.12 ആണ്. ദെൻ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ, അതായത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓക്കെ അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10⁻⁷ ആറ്റംസ് പെർ mm³ എന്ന്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുമെന്ന് ഞാൻ പറഞ്ഞു. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് കുറയുന്നുണ്ട്. ഇതിനകത്ത് 0 കെൽവിൻ ടു 300 കെൽവിനിലേക്ക് ആകുമ്പോൾ ശ്രദ്ധിക്കുക 1.21 1.12 ആകുവാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എനർജി ഗ്യാപ്പ് കുറയും, കണ്ടക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ജെർമേനിയത്തിന് എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 32, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28184, എനർജി ഗ്യാപ്പ് അറ്റ് 0 കെൽവിൻ എന്ന് പറയുന്നത് 0.785 ഇലക്ട്രോൺ വോൾട്ട്, എനർജി ഗ്യാപ്പ് അറ്റ് 300 കെൽവിൻ എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട്.
Then intrinsic carrier concentration 1.5 into 10 raised to 7 atoms per millimeter cube. Okay. അപ്പം ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. എനർജി ഗ്യാപ്പ് അറ്റ് 0 കെൽവിൻ ചോദിക്കാറുണ്ട്, 300 ചോദിക്കാറുണ്ട്, അതേപോലെ കരിയർ കോൺസെൻട്രേഷൻ ചോദിക്കാറുണ്ട്. അപ്പം ഈ വാല്യൂസ് എല്ലാം പഠിച്ചു വെക്കുക. ഈ വൈ സിലിക്കൺ, എന്തുകൊണ്ടാണ് സിലിക്കനെ പ്രിഫർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ നേരത്തെ ചെറുതായിട്ട് ആ റീസൺസ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് സിലിക്കൺ ഏറ്റവും പ്രയർ ആയിട്ടുള്ള ഒരു റീസൺ ആണ് സിലിക്കൺ ഹൈലി തെർമലി സ്റ്റേബിൾ ആണ്. അതായത് സിലിക്കൺ ഡിവൈസസ് ക്യാൻ ഹാൻഡിൽ അപ് ടു 150 ഡിഗ്രി സെൽഷ്യസ് ആസ് കമ്പയർഡ് ടു 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ ജർമേനിയം. അപ്പൊ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ സിലിക്കണിനെ നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നതിന്റെ ഫസ്റ്റ് റീസൺ അതാണ്. ആൻഡ് സിലിക്കൺ ഗ്രോസ് എ സ്റ്റേബിൾ ഓക്സൈഡ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫാബ്രിക്കേഷൻ ഓഫ് IC. ഇപ്പം സിലിക്കണ് യൂസ് ചെയ്ത് നമ്മൾ ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ IC ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ഉണ്ടാവുക. കാരണം അതിന് സ്റ്റേബിൾ ഓക്സൈഡ്, നമ്മൾ ബേസ് എലമെന്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് കൊടുക്കുന്നത് എന്താണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പം അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഉള്ളത് കാരണം മാനുഫാക്ചറിങ് എളുപ്പമായിരിക്കും. ഓക്കെ. അടുത്തത് അൺഡോപ്ഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ജർമേനിയം ഇസ് 47 ohm centimeter and that is of silicon is 23 into 10 raised to 4 ohm centimeter, due to which high volt rectifying devices are practical with silicon. റെസിസ്റ്റിവിറ്റി കൂടുതലാണ് അല്ലെ, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി സിലിക്കണിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ട് ആപ്ലിക്കേഷൻസിലൊക്കെ സിലിക്കണിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡോപ്പിംഗ് കേസ് വരുമ്പോൾ, ഡോപ്പിംഗ് കൺസെപ്റ്റ് വരുമ്പോഴേക്കും ജർമനിയത്തിനെ ഡോപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് കമ്പയർഡ് ടു സിലിക്കൺ. ആൻഡ് സിലിക്കൺ ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓൺ എർത്ത്. ഈ എർത്തിൽ വെറുതെ കിട്ടുന്ന, സുഖമായിട്ട് കിട്ടുന്ന ഒരു എലമെന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് സിലിക്കൺ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോൺ ഹോൾ കൺസെപ്റ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ് നമ്മൾ കാണുന്നത്. അത് ക്യാൻ ഫ്രീലി ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എ വേക്കൻറ്റ് സ്റ്റേറ്റ് ഇൻ ദ വാലൻസ് ബാൻഡ് ഇസ് കോൾഡ് ഹോൾ. വേക്കൻസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. If an electron is removed, hole is generated. Okay, electron are and hole are generated in pairs. Okay, അപ്പോൾ ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ പോകുന്ന സ്ഥാനത്ത് ഒരു വേക്കൻസി വരും അല്ലെങ്കിൽ വേക്കന്റ് വരും. അതിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഇലക്ട്രോൺ ജനറേറ്റ് ആവുന്നുണ്ടോ അത്രത്തോളം ഹോൾസും ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ. ഇനി ഇലക്ട്രോൺ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഹോൾ മൂവ്മെന്റ്സ് ഉണ്ടാവുക. സോ ഹോൾസ് ആർ ഫൗണ്ട് ഇൻ വാലൻസ് ബാൻഡ് ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇലക്ട്രോൺ എഫക്റ്റീവ് മാസ് ഇസ് സ്മോളർ ദാൻ ഹോൾ എഫക്റ്റീവ് മാസ്. Therefore, electron mobility is higher than hole mobility. Okay, mobility എന്ന് പറയുന്നത് മൂവ്മെന്റ്. ഇലക്ട്രോണിന്റെ മാസ് ഹോളിന്റെ മാസ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇലക്ട്രോണിന്റെ മൊബിലിറ്റി കൂടുതലാണ്. ഓക്കെ. ജനറേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ടാവും അത്രത്തോളം തന്നെ ഹോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻസിയാണ് ഹോൾ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയണം, ഒരു മെറ്റീരിയൽ നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എനർജി സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസിന്, ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്ത് പോകാനുള്ള എനർജി ലഭിക്കുന്നു. അങ്ങനെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ വാലൻസ് ബാൻഡിൽ ഹോൾ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസും ക്രിയേറ്റ് ആവുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ജനറേഷൻ ഓഫ് EH പെയർസ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ജനറേറ്റ് ചെയ്യിക്കാം. ഒന്ന് ഫോട്ടോ ജനറേഷനും ഒന്ന് തെർമൽ ജനറേഷനും. ഫോട്ടോ ജനറേഷൻ ഇസ് ഡ്യൂ ടു ഒപ്റ്റിക്കൽ എനർജി, തെർമൽ ജനറേഷൻ ഇസ് ഡ്യൂ ടു തെർമൽ എനർജി. ഓക്കെ, നെക്സ്റ്റ് റീകോമ്പിനേഷൻ. അപ്പം ഈ ജനറേറ്റ് ചെയ്ത് പോയ ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യും. ഒരു പർട്ടിക്കുലർ ലൈഫ് ടൈം പീരീഡ് കഴിയുമ്പോൾ, ഒരു കരിയർ ലൈഫ് ടൈം കഴിയുമ്പോഴേക്കും ഇത് റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡും ഹോൾസ് ഇൻ വാലൻസ് ബാൻഡും വാനിഷ് ആവുകയാണ്. അപ്പൊ ഈ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് റീകോമ്പിനേഷനും ഇൻഡയറക്റ്റ് റീകോമ്പിനേഷനും. അതായത് ഒരു കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം എനർജി ലെവലിൽ നിന്ന് വാലൻസ് ബാൻഡിന്റെ മാക്സിമം എനർജി ലെവലിലേക്ക് ഡയറക്റ്റ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഡയറക്ട്ലി ജമ്പ് ചെയ്യുമ്പോഴേക്കും ഈ എനർജി റിലീസ് ആവുന്നുണ്ട്. റീകമ്പൈൻ ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ട്. അത് ഫോട്ടോൺ ആയിട്ടാണ് റിലീസ് ആവുന്നത്. ഇത് ഒരു റേഡിയേഷൻ ആയിട്ട്. ആൻഡ് ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ കണ്ടക്ഷൻ ബാൻഡിലെ മിനിമം ലെവലിൽ എനർജി ലെവലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ വാലൻസ് ബാൻഡിന്റെ മാക്സിമം ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുന്നേ അതിനിടയിലുള്ള ഇന്റർമീഡിയറ്റ് ലെവലിൽ എവിടെയെങ്കിലും ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയും. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് വാലൻസ് ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് തെർമൽ എനർജിയാണ് ഉണ്ടാവുന്നത്, ഹീറ്റ് ആണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ എന്ന് പറയും. ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും റീകോമ്പിനേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറും എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിൽ എന്താണ് പറയുന്നത്? മിനിമം എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഈക്വൽസ് ടു മാക്സിമം എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ വാലൻസ് ബാൻഡ്. ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാം, മൊമെന്റം വേഴ്സസ് എനർജിയാണ്. അപ്പം സെയിം മൊമെന്റത്തിലാണ് ഈ കണ്ടക്ഷന്റെ മിനിമം ലെവലും വാലൻസ് ബാൻഡിന്റെ മാക്സിമം ലെവലും ഇരിക്കുന്നത്, അല്ലെ? സെയിം മൊമെന്റത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജി ലെവൽസ് സെയിം ആയിരിക്കും, അതായത് ഇതിന്റെ മൊമെന്റം സെയിം ആയിരിക്കും. അപ്പോൾ സെയിം ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പം അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഫോട്ടോൺ റിലീസ് ആവുന്നു. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് h ഇൻറ്റു മ്യൂ ആണ്. വേർ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ഇത് ഒരു ഡയറക്റ്റ് റീകോമ്പിനേഷൻ ആണ്. ഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഫോട്ടോൺ റിലീസ് ചെയ്യുന്നു, അല്ല ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ LED ഉണ്ടാക്കുന്നത്. അപ്പം LED നേരത്തെ ഞാൻ പറഞ്ഞു, LED ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യാം. അങ്ങനെ കോമ്പൗണ്ട് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് LEDs മേക്ക് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്, അത് കോമ്പൗണ്ട്സിനെ അതിന്റെ കോമ്പിനേഷനെ ബേസ് ചെയ്തിരിക്കും. ഗാലിയം ആർസനൈഡ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് ലൈറ്റ്, ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ പോസിബിൾ ആണ്, ആൻഡ് ഗാലിയം ആർസനൈഡ് ഫോസ്ഫറസ് ആണെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഓർക്കുക, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിലാണ് നമ്മൾ ലൈറ്റ് റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. LED ലേസർ പോലുള്ള ഡിവൈസസ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തേ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. ഇപ്പൊ ഇവിടെ ഈ ഫിഗർ നോക്കും പറയാം നിങ്ങൾക്ക് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും മൊമെന്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് കാരണം അതിന് ഡയറക്റ്റ് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല, ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലില് അതിന് എളുപ്പത്തിൽ ജമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് എനർജിയിലോട്ട് അത് ജമ്പ് ചെയ്തതിന് ശേഷം ആ ഇന്റർമീഡിയറ്റിൽ നിന്നാണ് വാലൻസ് ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുന്നത്. അപ്പം ഡിഫറെന്റ് മൊമെന്റം ആയതുകൊണ്ട് തന്നെ
ഈ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഹീറ്റ് ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നോൺ റേഡിയേറ്റീവ് കോമ്പിനേഷൻസ് ആണ്. ഇതിന് എക്സാമ്പിൾ ജർമ്മേനിയം, സിലിക്കൺ. നെക്സ്റ്റ്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ സെമി കണ്ടക്ടർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 0 കെൽവിനില് അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോയില് ഇതിന്റെ കണ്ടക്ടിവിറ്റി 0 ആണ്. ഇറ്റ് ആക്ട് ആസ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് കുറയുകയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയർ കൂടുകയും പിന്നെ കുറയുകയും ചെയ്യും. അതുപോലെ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിലോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് PYQs ആണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റ് absolute zero temperature a semiconductor behaves like A, an insulator, B, a superconductor, C, good conductor, D, variable resistor. ഏതാണ് ആൻസർ വരുന്നത്? സോറി, ഇതിന്റെ ആൻസർ എ ആണ്. ഇൻസുലേറ്റർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the conduction band is same as forbidden energy gap. ആണോ? അല്ല. Generally located on the top of energy band. അങ്ങനെയും പറയാൻ പറ്റില്ല. Generally located on the bottom of energy band. അങ്ങനെയും പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഡി, range of energy is corresponding to the energy of free electrons. അത് കറക്റ്റാ. ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന കണ്ടക്ഷൻ ബാൻഡിലാണ് അത് ഫ്രീലി ഫ്ലോ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ ജർമേനിയം ഇസ്. ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പം 0 കെൽവിനിലാണോ 300 കെൽവിനിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 0.72 ഇലക്ട്രോൺ വോൾട്ട്. 72 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 300 കെൽവിൻ റൂം ടെമ്പറേച്ചറിലെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ ഇസ്. അതേപോലെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓർക്കുക, അത് ഏത് ടെമ്പറേച്ചറിലാണ്? റൂം ടെമ്പറേച്ചറിലാണ്. 0 കെൽവിനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? സിലിക്കണിന് 1.21 ഇലക്ട്രോൺ വോൾട്ടും അതുപോലെ തന്നെ ജർമേനിയത്തിന് 0.785 ഇലക്ട്രോൺ വോൾട്ടും ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഫിഫ്ത് വൺ, ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ ഗാലിയം ആർസനൈഡ് ഈസ്. ആൻസർ ഇസ് 1.43 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, സിലിക്കൺ is not suitable for fabrication of LEDs because it is. സിലിക്കൺ എന്ന് പറയുന്നത് LED ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ആണ്. അതായത് ഹീറ്റ് ആണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് ഫോട്ടോൺസ് റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ LED ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അത് കൂടുതലും കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രോലൂമിനസെൻസ് is the property of. എന്താണ് ലൂമിനസെൻസ് എന്ന് പറയുന്നത്? റേഡിയേഷൻ ഓഫ് ഫോട്ടോൺസ് ആണ്. അപ്പൊ അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, then mobility of hole is equal to electron mobility ആണോ? അല്ല. greater to electron mobility അല്ല. less to electron mobility. അതെ, ഓപ്ഷൻ സി, less to electron mobility. ഓപ്ഷൻ ഡി ആണോ? അല്ല. വെരി ഹൈ ടു ഇലക്ട്രോൺ മൊബിലിറ്റി ആണ്. അതല്ല. എന്തുകൊണ്ടാണ് മൊബിലിറ്റി ഇലക്ട്രോണിനെക്കാളും കുറവാണെന്ന് പറയുന്ന കാരണം എന്താണ്? മാസ് കൂടുതലാണ്. എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ്, എനർജി ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ ഇസ്.
അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു. അത് ഈ ഓപ്ഷൻസിൽ ഇല്ല. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ട്. ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണത്? ഇൻസുലേറ്റേഴ്സ് ആണ്. 0 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നപ്പോൾ എന്താണത്? കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സിന് ഇടയിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാല്യൂ ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഹാവ് കോവാലന്റ് ബോണ്ട്? കോവാലന്റ് ബോണ്ട് ഉള്ള മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഏതാണ്? സെമി കണ്ടക്ടർ അല്ലെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് മെറ്റാലിക് ബോണ്ടാണ്. സെമി കണ്ടക്ടർ കോവാലന്റ് ബോണ്ടാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. അഡ്വാൻറ്റേജ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഓവർ വാക്വം ട്യൂബ്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ആണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിവൈസസിന്റെ മെയിൻ കമ്പോണന്റ് ആണ് അല്ലെ. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് സ്മോൾ സൈസ്, ലോ പവർ കൺസപ്ഷൻ, അവൈലബിൾ ഇൻ IC, ഓൾ ഓഫ് ദി അബവ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഹാവ് മോർ മൊബിലിറ്റി ദാൻ ഹോൾസ് ബിക്കോസ് ദേ എന്താണ്? ലൈറ്റർ ആണ്, എക്സ്പീരിയൻസ് പൊല്യൂഷൻലെസ് ഫ്രീക്വന്റ്ലി ആണ്, ഹാവ് നെഗറ്റീവ് ചാർജ് ആണ്, നീഡ് ലെസ് എനർജി ടു മൂവ് ദം. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വരുന്ന ഏതാണ്? നീഡ് ലെസ് എനർജി ടു മൂവ് ദം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.